കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ എൻ്റെ അസൈൻമെൻറ്റ്സിൻ്റെ പുറകെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വേറെ കണ്ടൻറ്റ് ഒന്നും കിട്ടാറില്ല. ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് എഴുത്താണ്. ഇന്നങ്ങനെ എഴുതിക്കൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന അസൈൻമെൻറ്റ് പേപ്പർ തീർന്നു പോയി കേട്ടോ. അപ്പം ഞാനത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് പോയതാണ് സൂപ്പർ മാർക്കറ്റിലോട്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ തപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ചെറിയ പാക്കറ്റ് എടുത്തു. പിന്നെ എൻ്റെ ഒരു എഴുത്തും എനിക്ക് എന്തോരം എഴുതാനുണ്ടെന്നും അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വലിയ പാക്കറ്റ് തന്നെ മേടിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയണുണ്ടോ ഇഷ്ടമുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പെൻ ടോണിക്കിൻ്റെ പെന്ന്. ഇത് എഴുതാനായിട്ട് ഭയങ്കര കംഫർട്ടാണ്, കയ്യിൽ പിടിക്കാനാണെങ്കിലും. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇങ്ക് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഞാനിങ്ങനെ പെന്ന് നോക്കി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കസിൻ എനിക്കിങ്ങനെ അവിടെ ഇരിക്കുന്ന ഓരോരോ സാധനങ്ങൾ വിളിച്ച് കാണിച്ചു തരണം. അതായത് എനിക്ക് ഇഷ്ടമുള്ള ഓരോരോ സാധനങ്ങൾ. പിന്നെ എൻ്റെ ഒരു കോലം നിങ്ങൾ കണ്ട് പേടിക്കണ്ട. ഞാൻ അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരുന്ന അതേ കോലത്തിലാണ് പേപ്പർ വാങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. പിന്നെ ഇതെൻ്റെ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെ. എനിക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കംഫർട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ കോലത്തിൽ ഇറങ്ങി നടക്കുന്നത്. ഇന്നലെ റേഷൻ കടയിൽ പോയപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ വീട്ടിൽ ഇരിക്കുന്ന അതേ വശത്തിലൊക്കെ പോകും കേട്ടോ, പുറത്തൊക്കെ. ഞാൻ വീട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറക്കി എടുത്തുകൊണ്ടായിരിക്കും തിരിച്ചു വരണത്. ഒരു സാധനം വാങ്ങാൻ പോയാലും തിരിച്ച് 10 സാധനമായിട്ടായിരിക്കും വരണേന്നൊക്കെ. അപ്പോൾ അവനും പറഞ്ഞേടി ശരിയാണ്, സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇതാണ് കുഴപ്പം, കണ്ണി കാണുന്ന എല്ലാം വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് മൊത്തം കറങ്ങി തിരിഞ്ഞെത്തിയ ഈ ഒരു ഐസ്ക്രീം സെഷനിലായിരുന്നു. എനിക്ക് സെൻസിറ്റീവ് ത്രോട്ട് ആയതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല. പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവൾക്കും വേണ്ടാന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയൂടെ, ഞാൻ നന്നായെന്ന് തോന്നുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മേടിക്കാൻ പോയ സാധനം മാത്രം മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.